ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ശബരിമലയിലെ ഭക്തജന തിരക്കിൽ കുറവുണ്ടായി. അതേസമയം നാളെ മുതൽ കൂടുതൽ അരവണ ലഭ്യമാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ആനന്ദ് പുതൂരുണ്ട് വിവരങ്ങൾ നൽകാനായി. ആനന്ദ്, ഇത് ഇന്നും ഇന്നലെയുമൊന്നുമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാൻ തുടങ്ങിയത്. ദിവസങ്ങൾ ഏറെ ആയിരിക്കുന്നു. അതിനിടയിൽ യോഗങ്ങൾ ചേരുന്നുണ്ട്. പല തട്ടിലായിട്ടാണ് യോഗങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. യാതൊരു മറുപടിയും ഇതിൽ ലഭിക്കുന്നില്ല, യാതൊരു വ്യക്തതയും ലഭിക്കുന്നുമില്ല. തീർച്ചയായും രജനി, ഇന്നും നമ്മുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടി പറഞ്ഞത് നാളത്തോടുകൂടി കുറച്ചധികം അരവണ ടിന്നുകൾ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് ദേവസ്വം പ്രസിഡന്റ് ഇതേ തലത്തിൽ തന്നെയാണ് ആവർത്തിച്ചത്. അതായത് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തുകളയുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് അന്നും അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പറച്ചിലുകളല്ലാതെ പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് ഇതെല്ലാം നടപ്പാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ വ്യക്തമായി കാണുന്നത് പോലെ തന്നെ തിരക്കൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ശബരിമല. കാരണം ഈ തലത്തിൽ ആളുകൾ ഭക്തരുടെ വരവിൽ ഒരു വൻ ഇടിവ് ഇന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ക്യൂകളൊന്നും ഈ തലത്തിലേ ആയിരുന്നില്ല. ശബരിമല നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വരി മാത്രം ആളുകൾ ക്യൂ നിൽക്കുന്ന തലത്തിലേക്ക് എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ സ്പോട്ട് ബുക്കിംഗ് ആണോ ഇതിനെ ബാധിച്ചത് തന്നെ, അതോ നാളെ എരുമേലി പേട്ടത്തുള്ളലിന്റെ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത്തരത്തിലുള്ള തിരക്ക് കുറയുന്നതിന് കാരണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തായാലും ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നടപ്പതെല്ലാം കാലിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. എന്തായാലും അരവണ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഭക്തനെ 5 ടിൻ അരവണ മാത്രം നൽകുന്ന ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെയാണ് നീണ്ട ക്യൂ ഇപ്പോൾ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പല വാക്കുതർക്കങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം തൊഴുത് പോകുമ്പോൾ അവരുടെ ബന്ധുക്കൾക്കാവട്ടെ അവരുടെ മറ്റു സുഹൃത്തുക്കൾക്കാവട്ടെ ഇത്തരത്തിലുള്ള പ്രസാദം വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു ശീലം അവർക്കുണ്ട്. അന്യ സംസ്ഥാന ഭക്തർ മാത്രമല്ല, നമ്മുടെ ഭക്തരടക്കം, കേരളത്തിലെ ഭക്തരടക്കം ഈ ഒരു ശീലം പിന്തുടരുന്നവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് 5 ടിൻ മാത്രം ലഭിക്കുന്നത് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടും സങ്കടകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് അവരെല്ലാവരും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. നാളത്തേക്ക്, അതായത് നാളെ തൊട്ട് കൂടുതൽ അരവണ ടിന്നുകൾ ലഭ്യമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും എത്രത്തോളം ഇത് പ്രായോഗികമാവുമെന്നുള്ള സംശയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രജനി, ശരി, എന്തായാലും നിയന്ത്രണ ഭാഗമായി ശബരിമലയിലെ ഭക്തജന തിരക്കിൽ കുറവ് ഉണ്ടായിട്ടുണ്ട്. നാളെ മുതൽ കൂടുതൽ അരവണ ലഭ്യമാകുമെന്ന് വീണ്ടും വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആനന്ദ് പുതൂരാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.